യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ. മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ സന്നദ്ധനാണെന്ന് ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. PR സുനിലുണ്ട് വിശദാംശങ്ങൾ. PR സുനിൽ, നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ ഇറാന്റെ പ്രസ്താവനയുണ്ടായിരിക്കുന്നത്. എത്തരത്തിലുള്ള ഇടപെടൽ നടത്താനാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം? നിലപാടിപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനാണ് ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് യമൻ പ്രസിഡന്റിന്റെ തീരുമാനം വന്നത്. ഒരു മാസത്തിനകം തന്നെ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികളുമായി യമൻ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇപ്പോൾ ഇറാൻ ഇങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും ആശാവഹമാണ്. നമുക്കറിയാം, അറബ് രാഷ്ട്രങ്ങളുമായി വലിയ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. പ്രത്യേകിച്ച് യമനിലെ ഹൂതികളുമായി വളരെ അടുത്ത ബന്ധം ഇറാനുണ്ട്. അപ്പോൾ ഇറാൻ ഒരുപക്ഷെ ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ ഇറാൻ എന്തെങ്കിലും ഒരു നീക്കം നടത്തണമെങ്കിൽ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വേണം. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനം ഈ വിഷയത്തിൽ എടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവിൻ്റെ കാര്യത്തിലായാലും മോചന കാര്യത്തിലായാലും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യൻ സർക്കാരിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇറാൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തീർച്ചയായും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ ഇറാനുമായി ഒരു ആശയവിനിമയം നടത്തിയാൽ ഒരു ചർച്ചയ്ക്കുള്ള വഴി തെളിയും. അത്തരം എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. പക്ഷേ ആ കത്തിനും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും മറുപടി നൽകിയിട്ടില്ല. ഇന്നലെ നമ്മൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ പരിമിതമായ സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര നീക്കം ആരംഭിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചുമില്ല. ഏതായാലും ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പുതിയ ഒരു അഭിപ്രായം ഇറാൻ പറഞ്ഞത് തീർച്ചയായും നേരിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. മാനുഷിക പരിഗണനയിൽ ഇടപെടാൻ തയ്യാറെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.